രാജ്യവിരുദ്ധനും ജിഹാദിയുമായ പൃഥ്വിരാജിനെ ഒഴിവാക്കുക. രാജമൗലിയുടെ പോസ്റ്റിന് താഴെ വിദ്വേഷ കമന്റുകളുമായി സംഘപരിവാർ അനുകൂലികൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഗുജറാത്ത് കലാപത്തിന് കാരണക്കാരായവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന ഭാഗം എമ്പുരാനിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് സംഘപരിവാർ അനുകൂലികൾ നടത്തുന്നത്. ചിത്രത്തിലെ നായകൻ മോഹൻലാൽ ഖേദപ്രകടനം നടത്തുകയും വിവാദമായ ഭാഗം നീക്കം ചെയ്യുമെന്ന് പറയുകയും ചെയ്തിരുന്നു. എമ്പുരാന്റെ സംവിധായകൻ പൃഥ്വിരാജിനെതിരെ വ്യാപകമായ സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. ബിജെപി നേതാക്കളിൽ നിന്നും സംഘപരിവാർ അനുകൂലികളിൽ നിന്നും തരംതാണ ആരോപണമാണ് പൃഥ്വിരാജിനും കുടുംബത്തിനും നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ പൃഥ്വിരാജിനെതിരായ വിദ്വേഷ സംവിധായകൻ എസ് രാജമൗലിയുടെ പോസ്റ്റിൽ വരെ എത്തിയിരിക്കുകയാണ്. മഹേഷ് ബാബുവിനെ നായകനാക്കി രാജമൗലി സംവിധാനം ചെയ്യുന്ന SSMB 29 പൃഥ്വിരാജ് 29 പൃഥ്വിരാജും ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഒഡീഷയിൽ നടന്ന ആദ്യ ഷെഡ്യൂളിൽ മഹേഷ് ബാബുവും പൃഥ്വിരാജും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ വൈറലായിരുന്നു. എന്നാൽ എമ്പുരാന്റെ ഭാഗം സംഘപരിവാറിനെ ചൊടിപ്പിച്ചതോടെ ചിത്രത്തിൽ നിന്ന് പൃഥ്വിരാജിനെ ഒഴിവാക്കണമെന്ന കമന്റുകൾ രാജമൗലിയുടെ പോസ്റ്റിന് താഴെ വന്നു. ഒഡീഷയിലെ ദിയോമാലി എന്ന സ്ഥലത്തെ സൂര്യോദയത്തിന്റെ വീഡിയോ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് സംഘപരിവാറിന്റെ വിദ്വേഷ കമന്റുകൾ വന്നത്. രാജ്യവിരുദ്ധനും ജിഹാദിയുമായ പൃഥ്വിരാജിനെ താങ്കളുടെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. സ്വന്തം രാജ്യത്തോടും സംസ്കാരത്തോടും യാതൊരു കൂറുമില്ലാത്തവനാണ് പൃഥ്വിരാജ്. അയാളെ നിങ്ങളുടെ സിനിമയുടെ ഭാഗമാക്കരുത് എന്നിങ്ങനെ ഒരുപാട് കമന്റുകൾ പോസ്റ്റിന് താഴെ വന്നിട്ടുണ്ട്. ബോയ്ക്കോട്ട് ആന്റി നാഷണൽ പൃഥ്വിരാജ് എന്ന ഹാഷ്ടാഗോടു കൂടിയാണ് പല കമന്റുകളും അവസാനിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലുള്ളവരുടെ കമന്റുകൾക്കൊപ്പം മലയാളികളും പൃഥ്വിരാജിനെതിരെ കമന്റുകൾ ഇടുന്നുണ്ട്. മോഹൻലാലിനെ വരെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യവിരുദ്ധ സിനിമയിൽ അഭിനയിപ്പിച്ചയാളാണ് പൃഥ്വിരാജ്. അയാൾ നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കും എന്നിങ്ങനെയാണ് മലയാളികളുടെ കമന്റ്. പൃഥ്വിരാജിന്റെ പങ്കാളിയും നിർമ്മാതാവുമായ സുപ്രിയ അർബൻ നക്സലൈറ്റ് ആണെന്നും അവരെ നിലയ്ക്ക് നിർത്തണമെന്നും മല്ലിക സുകുമാരനോട് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ പൊതുവേദിയിൽ പ്രസംഗിക്കുകയുണ്ടായി. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വെട്ടിമാറ്റി റീസെൻസർ ചെയ്ത പതിപ്പ് ഇന്നു മുതൽ പ്രദർശനത്തിനെത്തി. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.